കൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ വ്യാഴം മെയ് 1-ാം തീയതി വ്യാഴം മാറുന്നതോടുകൂടി ആ വ്യാഴമാറ്റത്തോടുകൂടി ഭാവിയിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് ഏത് രാശികൾക്കാണ് ഇതോടുകൂടി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ഒരു വിഷയം. അതായത് കുറേ കാലങ്ങളായി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ധന പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും സന്താന പ്രശ്നങ്ങളും അതുപോലെ തന്നെ മനോവിഷമങ്ങളും ശത്രുക്കളുടെ എതിർപ്പുകളും വിരോധങ്ങളും ബന്ധുസമൂഹത്തിൽ നിന്നും അകൽച്ചയും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറേ രാശികളുണ്ട്. അതിൽ 7.5 ശനി കാലഘട്ടം കഴിഞ്ഞ് 7.5 ശനി കാലഘട്ടം എന്ന് പറയുമ്പോൾ 7.5 കൊല്ലമാണ്. ഈ 7.5 കൊല്ലം സഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കുറേ രാശികൾ എന്ന് വെച്ച് പറഞ്ഞാൽ 7.5 കൊല്ലം സഹിച്ചു വന്നിരിക്കുന്ന ഒരു രാശി എന്ന് പറയുന്നത് മകരരാശിയാണുള്ളത്. ഇപ്പം ഏകദേശം അവർക്ക് ഇനി 7.5 ശനി കഴിയാൻ ഒരു വർഷം കൂടി ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഇപ്പോൾ വ്യാഴമാറ്റം വന്നിരിക്കുന്നത് കൂടി ആ 7.5 ശനിയുടെ ഭാവത്തിന് കുറച്ച് അയവ് വരികയും വ്യാഴൻ 5-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ടും മകരരാശിക്കാർക്ക് ഇനിയുള്ള വരാൻ പോകുന്ന ഭാവിയിൽ എങ്ങനെയുണ്ടാവും എന്ന് നോക്കുകയാണെങ്കിൽ വളരെ മാറ്റങ്ങളോടുകൂടി വരും. വ്യാഴത്തിൻ്റെ ഇപ്പോൾ രാശി മാറ്റത്തോടെ 5-ാം ഭാവത്തിൽ വരുന്ന വ്യാഴൻ ലഗ്നത്തിലേക്ക് ശുഭ ദൃഷ്ടി വരുന്നുണ്ട്. അതോടുകൂടി ഐശ്വര്യ അഭിവൃദ്ധി പ്രതിദാനം ചെയ്യുക, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടുക, ദൈവാനുഗ്രഹം വരിക, ആരോഗ്യപുഷ്ടി വരിക, ആരോഗ്യത്തിന് സുഖം കിട്ടുക എന്നിവയും സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി വരിക, ധനാഭിവൃദ്ധി വരിക, അങ്ങനെയുള്ള മനോവിഷമങ്ങളെല്ലാം മാറുക. അങ്ങനെയുള്ള ഒരു ലെവൽ വരും. അപ്പോൾ ആ ലെവൽ വന്ന് ഇപ്പോൾ വ്യാഴം എല്ലാവർക്കും അറിയാം, ഏകദേശം ജ്യോതിഷം അറിയുന്നവർക്കറിയാം വ്യാഴം എത്ര കാലം ഒരു രാശിയിൽ സഞ്ചരിക്കും എന്നുള്ളത്. 1 വർഷം ആണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 1 വർഷ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ മകരരാശിക്കാർക്ക് 1 വർഷ കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ 1 വർഷം കഴിയുമ്പോൾ വ്യാഴം വീണ്ടും മാറും. ഇപ്പോൾ 5-ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം പിന്നീട് 6-ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 1 വർഷം ഇനി അടുത്ത വ്യാഴം മാറ്റത്തോടു കൂടി ശനിഗ്രഹവും കൂടി മാറുന്നുണ്ട്. ശനിഗ്രഹവും കൂടി മാറുന്ന സമയത്ത് മകരരാശിക്കാർക്ക് 7.5 ശനി വിട്ടുപോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ 7.5 ശനി വിട്ടുപോകുന്നത് ഒരു അത്ഭുതം അല്ലെങ്കിൽ മഹാഭാഗ്യം, അത് എപ്പോഴായാലും വിട്ടുപോകും. എന്നിരുന്നാലും മഹാഭാഗ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഭാവിയിൽ അവർക്ക് ഏകദേശം 2.5 വർഷക്കാലം ഈ 7.5 ശനിയിൽ നിന്ന് മോചനം കിട്ടുക, 7.5 കൊല്ലത്തിൽ നിന്ന് മോചനം കിട്ടി പിന്നീട് വരുന്ന ഏകദേശം 2.5 വർഷം അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ശനി. അപ്പോൾ വ്യാഴം മാറിയാലും ശനിയുടെ അഭാവത്തിൽ അവർ വീണ്ടും തിളങ്ങി വരും എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് കുറേ നേട്ടങ്ങളുണ്ട്. അതായത് ശനിയുടെ കാരകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആരോഗ്യപുഷ്ടി, ഒരുപാട് നാശത്തിൽ പോയതിൽ നിന്നും മുന്നേറ്റങ്ങൾ വരിക, മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നേട്ടങ്ങൾ വരിക, വിട്ടുപോയ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് വരിക, അതുപോലെ തന്നെ ഒരുപാട് മനസ്താപങ്ങളും മറ്റുള്ളതും സഹിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആ മനസ്സമാധാനം കിട്ടുക, ബന്ധു സമൂഹത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നവർക്ക് ഒറ്റപ്പെടുത്തി നിന്നും ഒരു മോചനം നേടുക, തീരെ ദാരിദ്ര്യത്തിൽപ്പെട്ട് കിടക്കുന്നവർക്കെല്ലാം ദാരിദ്ര്യം മാറി സുഖലോലുപത്തിലേക്ക് വരിക, അതുപോലെ തന്നെ പടുകുഴിയിൽപ്പെട്ട് കടബാധയിൽപ്പെട്ട് കിടക്കുന്ന കുറേ ആളുകൾ അതിൽ നിന്നും കരകയറി വരിക എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോയി രക്ഷപ്പെടണം, വിദേശത്ത് പോയാലേ നമുക്ക് ഒരു രക്ഷപ്പെടലുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ആ വിദേശ കാര്യം സഫലമാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ കുറേ ആളുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ സിംഗപ്പൂർ, മലേഷ്യ, അങ്ങനെയുള്ള US അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം പോയി സെറ്റിലാകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് തടസ്സങ്ങൾ മൂലം വന്നിട്ട് അങ്ങനെ കെട്ടിക്കിടക്കുന്നതുണ്ട്. അതെല്ലാം കാര്യ സാഫല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ പഠനം, അതുപോലെ വിദേശ സംബന്ധമായിട്ടുള്ള വിദേശ പഠനം, വിദേശ രാജ്യം, പിന്നെ സ്വപ്നതുല്യമായിട്ടുള്ള ഗവൺമെൻറ് ജോലി, സ്വപ്നതുല്യം എന്നാണ് പറയുക. സ്വപ്നതുല്യമായിട്ടുള്ള ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർ 1ഉം 2ഉം ഒന്നുമല്ല. അതായത് 1000 വേക്കൻസി ഉണ്ടെങ്കിൽ 10 അർഹതപ്പെട്ടവരായിരിക്കുള്ളൂ. ആ 10 അർഹതപ്പെട്ടതിൽ കിട്ടണമെങ്കിൽ മഹാഭാഗ്യം വേണം. ആ മഹാഭാഗ്യം വരണമെങ്കിൽ ശനി അനുകൂലമായിരിക്കണം, വ്യാഴം അനുകൂലമായിരിക്കണം,
ജാതകത്തിൽ അനുകൂല ഭാവം വരണം. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവാധീനം, ഭാഗ്യം ഇത് അറിയണം. അപ്പോൾ ഇതെല്ലാം ഒത്തുകൂടി വരുന്ന സമയത്താണ് നമ്മൾക്കൊരു ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നത്. ഭാഗ്യവർദ്ധന കൊണ്ട് പറയുന്നത് ഭാഗ്യം തെളിഞ്ഞ് പെട്ടെന്ന് സെലക്ട് ആകുക എന്ന് പറയും. അതൊരു നിമിഷ നേരത്തിലാണ് സെറ്റാവുന്നത്. ആ അറിയുന്ന നിമിഷം, ആ അറിയുന്ന സമയം, ആ ശുഭമുഹൂർത്തം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഇതാണ് മകര രാശിക്കാർക്ക് ഇനി വരാൻ പോകുന്ന കാലത്തിൽ തെളിഞ്ഞു വരുന്നത്. ഭവന നിർമ്മാണം, ആഭരണ നിർമ്മാണം, ആഭരണ നേട്ടം, ധനലാഭം, വാഹന ലാഭം, ഭൂമി ലാഭം, ചിരകാലമായിട്ട് ഒരു ഭവനം വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയും ആ ആഗ്രഹം സഫലമാക്കുവാനുള്ളതും, ബിസിനസ് പുരോഗമനങ്ങളും ബിസിനസ് സാധ്യതകളും ബിസിനസ്സിൽ വൻ നേട്ടങ്ങളും കൈവരിക്കാനുള്ള സാധ്യത എല്ലാം ഇവർക്ക് പ്രത്യേകപരമായിട്ട് ഓരോരോ വർഷത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിൽ ഷെഡ്യൂളായിട്ട് മാറ്റങ്ങൾ വരുന്നത് കാണാമെന്ന് പറയുന്നത് ഭാവിയിൽ. അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ വരുന്ന സമയത്ത് അതിൽ നിന്ന് മോചനം നേടി വരും. അതുപോലെ തന്നെ പ്രത്യാശയ്ക്ക് വഴി നൽകുന്ന ഒരു രാശി കൂടിയുണ്ട്, വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് കുറേ പറയാനുണ്ട്. കാരണം പറഞ്ഞാൽ അവർക്ക് 7.5 ശനി കഴിഞ്ഞിട്ട് ഏകദേശം 7.5 ശനി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ 4 കൊല്ലമായി. ആ 7.5 ശനി കഴിഞ്ഞ് വന്നിരിക്കുന്ന അവർക്ക് 2.5 വർഷത്തിലുള്ള ശനിയുടെ അനുകൂല ഭാവം എന്ന് പറയുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. കാരണം വെച്ച് പറഞ്ഞാൽ അപ്പോഴേക്ക് ശനിയുടെ വക്രഗതി ഉണ്ടായിരുന്നു. വക്രഗതിയിൽ 3-ാം ഭാവത്ത് നിൽക്കുന്ന ഈ ശനി പോയി 4-ാം ഭാവത്തിലേക്ക് മാറി. അപ്പോൾ വീണ്ടും കണ്ടകശനി അല്ലെങ്കിൽ വീണ്ടും വക്രഗതിയോടുകൂടി തിരിച്ചു വന്ന് വീണ്ടും 7.5 ശനിയിൽ പെട്ടു. പിന്നെ അങ്ങോട്ട് പോയി. അതുപോലെ തന്നെ വ്യാഴം ആ സമയത്ത് 5-ാം ഭാവത്തിരിക്കുന്ന വ്യാഴം വക്രഗതിയോടുകൂടി വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ അവർക്ക് 7.5 ശനി കഴിഞ്ഞു വന്നിരിക്കുന്ന ഒരു ശനിയുടെ അഭാവം എന്ന് പറയുന്നത് ശരിക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഗ്രഹങ്ങൾ മാറും, കുറച്ചു കാലം മാറും, ഒരു 6 മാസം മാറി നിൽക്കുകയും പിന്നീട് വീണ്ടും വരികയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഒരു ഗൾഫിൽ പോയി അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയി 5 വർഷമോ 10 വർഷമോ കൂടി വരുന്ന ഒരു വ്യക്തി കുടുംബത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് കുടുംബത്തിൽ നിൽക്കുന്നില്ല. കുടുംബത്തിൽ ഒരു 10 ദിവസം ഉണ്ടെങ്കിൽ അതിൻ്റെ 3 ദിവസമേ വീട്ടിലുള്ളൂ, ബാക്കിയുള്ള 7 ദിവസം പുറത്താണ് എന്ന് പറയുന്ന പോലെയാണ് അവർക്ക് ഈ അഭാവം. ശനിയുടെ വക്രഗതി, ശനിയുടെ തിരിച്ചുപോക്ക്, അതുപോലെ വീണ്ടും രാശി മാറിപ്പോവുക, അങ്ങനെയുള്ള ഒരു അനുഭാവത്തിൽ 7 ശനിയുടെ മാറ്റം വന്ന് 3-ലുള്ള അത് കിട്ടിയിട്ടില്ല. വ്യാഴത്തിന്റെ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ 2 പ്രാവശ്യം വ്യാഴം മാറിയത് അനുകൂല ഭാവത്തിൽ വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കണ്ടകശനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും വ്യാഴം വൃശ്ചിക രാശിയുടെ 7-ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം എന്തായാലും വൃശ്ചിക രാശിക്കാർക്ക് വളരെ ഗുണകരമാണ്. 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഗുണകരമായിട്ട് തന്നെ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ 11-ാം ഭാവത്തിലേക്കും വൃശ്ചിക രാശിയുടെ 11-ാം ഭാവം ലാഭസ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുണ്ട്. അത് കൂടാതെ വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി വെച്ച് പറഞ്ഞാൽ പിന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് 3-ാം ഭാവത്തിലേക്കാണ്. അതായത് വൃശ്ചിക രാശിയുടെ 3-ാം ഭാവത്തിലേക്കാണ് പിന്നീട് വരുന്നത്, അതായത് ഇപ്പം മകരരാശിയിലേക്ക്. അപ്പം അങ്ങനെ 3 ദൃഷ്ടി വരുന്നുണ്ട്. അത് കാരണം തന്നെ വൃശ്ചിക രാശിക്കാർക്ക് ഇനി 1 കൊല്ലത്തോളം കണ്ടകശനിയുണ്ട്. ആ കണ്ടകശനിയുടെ ദോഷത്തെ ശമിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ വ്യാഴൻ അനുകൂലപരമായിട്ട് വരുന്നത് കാരണം കൊണ്ടും ഇനി 1 വർഷക്കാലം വ്യാഴം അതേ രാശിയിൽ സ്ഥിരരാശിയായിട്ടുള്ള ഇടവൻ രാശിയിൽ നിന്നുകൊണ്ട് വൃശ്ചിക രാശിയെ വീക്ഷിക്കുകയും ആ വൃശ്ചിക രാശിക്കാർക്ക് ഐശ്വര്യ അഭിവൃദ്ധി, ധനാഭിവൃദ്ധി, തൊഴിലഭിവൃദ്ധി, പുതിയ മാനദണ്ഡങ്ങൾ, പുതിയ നേട്ടങ്ങൾ എന്നിവയും അതുകൂടാതെ തന്നെ മനസമാധാനം വരികയും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും തൊഴിലഭിവൃദ്ധി, തൊഴിലൈശ്വര്യങ്ങളും പുതിയ ഭവന മാർഗങ്ങളും ചിരകാല സ്വപ്നമായിട്ടുള്ള സ്വപ്ന ഭവനങ്ങളും വാഹന ലാഭങ്ങളും ആഭരണ ലാഭങ്ങളും കടബാധയിൽ നിന്ന് മുക്തിയും തൊഴിൽ അഭിവൃദ്ധിയും എല്ലാം വരുവാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. ഇനി ഭാവി ജീവിതം എന്ന് പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് കണ്ടകശനിയുടെ കാലഘട്ടം ഏകദേശം 1 വർഷക്കാലമാണ് കണ്ടകശനിയുടെ കാലഘട്ടം. അപ്പോൾ വൃശ്ചിക രാശിയുടെ 1 കൊല്ലത്തോളം കണ്ടകശനി 4-ാം മഠത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടകശനി തുടരും. അതുവരത്തേക്കും വ്യാഴത്തിന്റെ ഒരു ശുഭദൃഷ്ടിയോടുകൂടി അനുകൂല ഭാവത്തിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ കണ്ടകശനിയും 1 കൊല്ലത്തോളമാണ് ഉള്ളത്. ഇനിയിപ്പോൾ കണ്ടകശനി 4-ാം ഭാവത്തിൽ കണ്ടകശനി വന്നു കഴിഞ്ഞാൽ പിന്നെ 5-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയാണ്. വ്യാഴം മാറിയാലും ശനിയുടെ അഭാവം 5-ലും 6-ലും, അതായത് അനുകൂല ഭാരമായിട്ടുള്ള 5-ാം ഭാവത്തിൽ 2.5 കൊല്ലവും 6-ാം ഭാവത്തിൽ 2.5 കൊല്ലവും നിൽക്കുന്ന കാരണം വളരെ സുഭിക്ഷപരമായിട്ടുള്ള ഒരു
വരാൻ പോകുന്ന സമയം അനുകൂലപരമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അനുകൂലപരമായിട്ടുള്ള ഇനി വരാൻ പോകുന്ന അനുകൂലപരമായിട്ടുള്ള വൃശ്ചിക രാശിക്കാരുടെ ഭാവി എന്ന് പറയുന്നത് സുരക്ഷിതപരമായിട്ടുള്ളൊരു ഭാവിയാണ് എന്നുള്ള പറയുന്നത്. ശനിയുടെ ഉപദ്രവം ഇനി ഒരു വർഷക്കാലം കഴിഞ്ഞാൽ അതായത് ഒരു വർഷക്കാലം വരയ്ക്കും വ്യാഴത്തിൻ്റെ അനുകൂലിതമായിട്ടുള്ളൊരു നോട്ടമുണ്ട്, അതുപോലെ തന്നെ അവരുടെ സഹായമുണ്ട്, ദൈവാനുഗ്രഹം ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആ ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ ദോഷം മാറി ശനി അനുകൂല ഭാവത്തിൽ 5 കൊല്ലം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഈ 2 രാശികൾക്കും മകരരാശിക്കും വൃശ്ചിക രാശിക്കാർക്കും ഇനി വരാൻ പോകുന്ന ഭാവി സുരക്ഷിതമാണ്, ഭാവി വളരെ ഗുണകരമാണ്. ഭാവിയിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ തൊട്ടിട്ട് അതായത് 18 വയസ്സിന് മേലെയുള്ള ആളുകളുടെ കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് ഏകദേശം ഉചിതപരമായിട്ട് നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിട്ടും നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടും അതിനു വേണ്ടി സംരംഭങ്ങൾ ചെയ്യുന്നതും വിദ്യാഭ്യാസം ചെയ്യുന്നതും തൊഴിൽ ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം നേട്ടം കൊണ്ടതാണ്. അതുപോലെ തന്നെ ബാധ്യതകളെല്ലാം ഒഴിവാക്കുക, അതായത് കടബാധ്യത ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രത്യേകപരമായിട്ടുള്ള ഭവന നിർമ്മാണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് വയ്ക്കുക. അതുപോലെ ആഗ്രഹങ്ങൾ ബാക്കി വയ്ക്കാതെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു വരിക. അതുപോലെ തന്നെ ധനപ്പുഴക്കങ്ങൾ ഉണ്ടാവും, വരവുണ്ടാവും, അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുക, മിച്ചം വയ്ക്കുക എന്നിവയൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഇവർക്ക് അനുകൂല ഭാവത്തിൽ വരുന്ന സമയത്തുണ്ട്. അത് കാരണം തന്നെയാണ് വ്യാഴമാറ്റത്തോടുകൂടി 2 രാശികൾക്ക് അനുകൂല ഭാവത്തിൽ വരുന്ന മകരം രാശിയും വൃശ്ചിക രാശിയാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഉചിതപരമായിട്ടുള്ളത്. നമസ്കാരം.